ഭർത്തൃപീഡനത്തെ തുടർന്ന് ഷാർജയിൽ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ വിപഞ്ചികയുടെ അമ്മ ഷൈലജ ഷാർജയിലെത്തി. മകളുടെയും കൊച്ചുമകൾ വൈഭവിയുടെയും മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ഷൈലജ എത്തിയത്. വിപഞ്ചികയുടെ ഭർത്താവ് നിതീഷിനെതിരെ ഷാർജ പോലീസിൽ പരാതി നൽകാൻ കുടുംബം ആലോചിക്കുന്നുണ്ട്. വിവരങ്ങളുമായി ടി ജമാലുദ്ദീൻ ഗൾഫിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ജമാലുദ്ദീൻ, ഇവിടെ കേസ് കൊടുത്തിട്ടുണ്ട് അവർക്കെതിരെ. ഇനിയിപ്പോൾ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണോ അമ്മ ഷൈലജ അവിടെ എത്തിയത്? അജിംഷാദ്, പ്രധാനമായും രണ്ട് കാര്യങ്ങൾക്കായാണ് വിപഞ്ചിയുടെ അമ്മ ഷൈലജ ഇപ്പോൾ ഷാർജയിൽ എത്തിയിരിക്കുന്നത്. ഒന്ന്, ഇവരുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകണം, അതിനുള്ള നിയമ നടപടികൾക്ക് നേതൃത്വം നൽകണം, അല്ലെങ്കിൽ നിയമ നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കണം. ഇതാണ് ഒന്ന്. മറ്റൊന്ന്, ഷാർജ പോലീസിൽ ഇത് സംബന്ധിച്ച് ഏതെങ്കിലും പരാതി നൽകാനോ അല്ലെങ്കിൽ തെളിവുകൾ ഹാജരാക്കാനോ ഉള്ള സാധ്യതയുണ്ട്. അതുകൂടി പരിഗണിച്ചാണ് ഈ അമ്മ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ വിപഞ്ചിയുടെ അമ്മ രാവിലെ തന്നെ ഷാർജയിലെത്തി കോടതിയിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ മൃതദേഹം നിയമ നടപടികൾ പൂർത്തീകരിക്കാനുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് പോവുകയാണ്. അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണാം എന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നിയമ നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമാണ് അവരെ കാണാൻ സാധിക്കൂ. കഴിഞ്ഞ മാസം ജൂലൈ 9-നാണ് വിപഞ്ചികയും 1.5 വയസ്സുള്ള മകൾ വൈഭവിയെയും ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവിന്റെ പീഡനത്തെ തുടർന്നാണ് ഈ മരണം എന്നാണ് ഫേസ്ബുക്കിൽ പിന്നീട് ഈ വിപഞ്ചികൻ തന്നെ കുറിച്ചത്. ഈ ഭർത്താവ് നിതീഷിനെതിരെ, അതുപോലെ ഭർത്താവിന്റെ അമ്മ, അതുപോലെ സഹോദരി തുടങ്ങിയവർക്കെതിരെ കുണ്ട്ര പോലീസിൽ വിപഞ്ചിയുടെ അമ്മ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന നിയമ നടപടികൾ പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ ഷാർജ പോലീസിൽ ഇവിടുത്തെ ഈ നിയമ സംവിധാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താൻ കഴിയുമോ എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള നടപടികൾ മുന്നോട്ട് പോകും. ഇവിടെയും ഷാർജയിൽ എല്ലാം പരാതി നൽകാനുള്ള, പോലീസിൽ പരാതി നൽകാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും. അതായത് ഇവിടെ നൽകിയ കേസിന് പുറമെ അവിടെ കൂടി കേസ് നൽകിയാൽ അവിടെയാണ് ഈ വിപഞ്ചികയുടെ ഭർത്താവും കുടുംബവും ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു കേസ് നടത്തുന്നത് നിയമപരമായി നല്ലൊരു നീക്കമാകും. മാത്രമല്ല, ഈ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കണമെങ്കിൽ ബന്ധു എന്ന നിലയിൽ ഷൈലജയുടെ സാന്നിധ്യവും അവിടെ ആവശ്യമാണ്, അല്ലേ? ഇത്തരം കാര്യങ്ങളാണ്. മലയാളി സമൂഹമൊക്കെ സഹായിക്കാനുണ്ടോ അവരെ അവിടെ? തീർച്ചയായും മലയാളികളായ സാമൂഹ്യ പ്രവർത്തകർ, അതുപോലെ ഇന്ത്യൻ കോൺസുലേറ്റിനെ ഈ വിഷയത്തിൽ ഇടപെടിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഷാർജ ഇന്ത്യൻ അസോസിയേഷന്റെ ഒരു സഹായം ഇക്കാര്യത്തിൽ അമ്മയും കുടുംബവും, വിപഞ്ചികയുടെ അമ്മയും കുടുംബവും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാട്ടിൽ കുണ്ട്ര പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അവിടെ അത് സംബന്ധിച്ച നടപടികൾ പുരോഗമിക്കുന്നു. FIR എടുത്ത്, കേസെടുത്ത് അതിന്റെ നടപടികൾ പുരോഗമിക്കുന്നു. അതേസമയം സമാന്തരമായി ഷാർജയിൽ കൂടി ഒരു പരാതി നൽകിയാൽ അത് ഒരുപക്ഷെ കൂടുതൽ ഫലപ്രദമാകും. അല്ലെങ്കിൽ ഈ കുറ്റവാളികൾക്കെതിരെ, ഈ പ്രതിയാക്കപ്പെട്ടെന്ന് ആരോപിക്കുന്നവർക്കെതിരെ കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഈ വിപഞ്ചിയുടെ കുടുംബം ആലോചിക്കുന്നത്. ഏതായാലും ഇന്നോ നാളെയോ ഈ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന നടപടികൾ പൂർത്തിയാകും. മറ്റന്നാൾ തന്നെ ജൂലൈ 17 തന്നെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനാണ് സാമൂഹ്യ പ്രവർത്തകരും ഒക്കെ തന്നെ ശ്രമിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഷാർജയിൽ പോലീസിൽ പരാതി നൽകുക, ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൈമാറുക തുടങ്ങിയ നടപടികളും മുന്നോട്ട് പോകും.